രാവിലെ സമയം 5:20. ഞാനിപ്പോൾ ഉള്ളത് സിരാക്കുസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇറ്റലിയുടെ താഴെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 120 കിലോമീറ്റർ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് 90 കിലോമീറ്റർ 1.5 മണിക്കൂർ ദൂരം കപ്പലിൽ കയറിയിട്ട് നമ്മൾ മാൾട്ടയ്ക്ക് പോകാൻ പോകുന്നു. യെസ്, മാൾട്ട എന്ന രാജ്യത്തേക്ക് നമ്മൾ കപ്പൽ കയറി പോകാൻ പോവാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷൻ തുറന്നോ? ഏതാ പ്ലാറ്റ്ഫോം? രഗുസ. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. യൂറോപ്പ് ലവ് സിസിലി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. രാവിലെ സ്റ്റേഷൻ പോലും തുറന്നിട്ടില്ല. ദൈവമേ, ട്രെയിൻ ഉണ്ടോ? രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് കാണിച്ചിട്ട് ദൈവമേ ട്രെയിൻ കിട്ടിയില്ല. എൻ്റെ 10-12,000 രൂപ പോകും. ഞാൻ ഫെറിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാവിലെ 5:30 മണിക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ കാലിയാണ്. ഇവിടെ ചോദിക്കാന്ന് വെച്ചാലും ആരുമില്ല. ദൈവമേ, ഇത് പണി പാളോ? ഇവിടെ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് മാറി വേറൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, വെസ്റ്റ് പ്ലാറ്റ്ഫോം എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ നിന്നാണ് എൻ്റെ ട്രെയിൻ. അയ്യോ, ഞാനിപ്പോൾ മിസ്സായാനെ. അയ്യോ, ട്രെയിൻ കിട്ടി ഗൈസ്. ആസ് യൂഷ്വൽ ഒറ്റ മനുഷ്യനില്ല. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ 5:30 ഒരു ട്രെയിനും പിടിച്ച് പോകാൻ പോകുന്നേ. എൻ്റെ ദൈവമേ, എങ്ങോട്ടാണ് പോണേ? സിറാക്കുസ, രഗുസ, പൊസല്ലോ. ഇവിടെയാണ് നമുക്ക് ഇറങ്ങണ്ടേ. 6:45 പൊസല്ലോ. അമ്മ, ഞാനും ടീച്ചറും ട്രെയിൻ ഡ്രൈവറും മാത്രം, വേറെ നോബഡി. ഒറ്റ മനുഷ്യനെ നമുക്ക് അവിടെ പോയിരിക്കുക. ഒരു സാധാ ലോക്കൽ ട്രെയിനാണേ. എന്ത് വൃത്തിയല്ലേ, എന്ത് രസമല്ലേ. ഫുൾ മൊബൈലിൻ്റെ ചാർജറും അല്ലാത്ത ചാർജറും പിന്നെ ബൈസൈക്കിൾ പാർക്കിങ്ങും ബൈക്ക് ചാർജിങ്ങും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എന്ത് ഫിനിഷിംഗ് ആണ്. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിനെക്കാട്ടിൽ ഫിനിഷിംഗ് ആണെന്ന് ഞാൻ വേണേൽ പറയാം. അതായത് അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് ഓരോ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോഴാണ് നേരെ ഒന്ന് വെളുത്ത് ഇച്ചിരി വെളിച്ചം വന്നത് പുറത്ത്. സമയം ഇപ്പോൾ 6:45. നമ്മൾ എത്താറായി. ഏകദേശം ഒരു 85-100 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് എത്തും. ഈ ട്രെയിനിൽ ഈ കഴിഞ്ഞ 100 കിലോമീറ്റർ ഞാൻ ഒറ്റ പാസഞ്ചറാണ്, വേറെ ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഒരു ട്രെയിൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് പിടിച്ചാണ് ഞാൻ മാൾട്ടയ്ക്ക് പോകുന്നവരില്ല, വേറെ ആരും ഇല്ലാതെ. ആകെ ഉള്ളത് ഒരു TTR ഉണ്ട്. പുള്ളി വന്ന് ടിക്കറ്റ് ചെയ്തിട്ട് പോയി. പിന്നെ ലോക്കോ പൈലറ്റുമാരോ ആരാന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ സ്റ്റാഫും ഉണ്ട്, വേറെ ആരുമില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പം വേറൊരാൾ ഈ ട്രെയിനിൽ കയറി. അടിപൊളി. നോക്കിയത് ഒരു ചെറിയൊരു ഗ്രാമം ഓട്ടോ. ഇത് കുഞ്ഞു ഗ്രാമം. ദൈവമേ, ഞാൻ ഇന്നലെ ഇങ്ങോട്ടെങ്ങാനും വരാതിരുന്നത് നന്നായി. ഇവിടെ ടാക്സി പോയിട്ടൊരു കുന്തം പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പോർട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് പോർട്ടിലേക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. 3-4 കിലോമീറ്റർ എന്നാൽ മാത്രമല്ല, എനിക്ക് 1 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യണം. ഇപ്പം സമയം 7 മണിയായി. 8:15 മുമ്പ് എനിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അടിപൊളി. നമ്മൾ വന്ന ട്രെയിൻ എന്താ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. എൻ്റെ ദൈവം, ഇങ്ങനൊന്നും ആരും മാൾട്ടയ്ക്ക് പോയിട്ടുണ്ടാവില്ല കേട്ടോ. നോക്ക്, ഈ റെയിൽവേ സ്റ്റേഷനിൽ പോലും ആരും ഇല്ല. ഇത് ഞാൻ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതും. സംഭവം എനിക്ക് വയ്യ. ദൈവമേ, പണി പാളി കേട്ടോ. ഇതെന്താ അവസ്ഥ? ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു കപ്പലെടുത്ത്, സാധാരണ ഈ കപ്പലിലൊന്നും ബെസ്റ്റ്. ഒരു ടാക്സി പോയിട്ടൊരു വണ്ടി പോലും കിട്ടാനുള്ള വഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ഏതൊരു ഫാക്ടറിയോ അങ്ങനെ എന്തോ സംഭവം. മോനെ, ഇത് ഞാൻ പേടും മിക്കവാറും. ഞാൻ എങ്ങനെ ഫെറി ടെർമിനലിലേക്ക് പോകും? ആരുടെയെങ്കിലും കാല് പിടിച്ച് ഹിച്ചേക്കേണ്ടി വരും. ഇതെന്താ അവസ്ഥ? ഞാനിതെന്താ ചെയ്യുക? നോക്ക്, ഇത് സ്ഥലം? ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കുന്തവും ഇല്ല. എൻ്റെ അമ്മ, ഇത് നോക്കി. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട് മറ്റേ പോർട്ടിലേക്ക്. ഈ 5 കിലോമീറ്റർ ഞാൻ നടക്കണമെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ഉണ്ട്. 42 മിനിറ്റിലൊന്നും എത്തുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആരോടാ ചോദിക്കുക? ഇവിടെ ഒരു വണ്ടി, ഇതെല്ലാം വീടാണ്. എൻ്റെ ദൈവമേ, ഇത് ഞാൻ പെടുട്ടോ മിക്കവാറും. ഇത് 1 മണിക്കൂർ ഞാൻ നടക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ മനുഷ്യനില്ല റോഡിലങ്ങനെ രാവിലെ. അന്നേരമാണ് ഞാൻ ടാക്സി. തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫെറി നാളെ രാത്രിയിൽ 9 മണിക്കാണ് ഇവിടെ എത്തുന്നത്. 9 മണിക്ക് ഞാനിവിടെ എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സ്ഥലത്ത് ഇവിടെയാണ് ഒരു ഹോട്ടൽ പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമം. ഹിച്ചയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോലും കാണുന്നില്ല. അല്ല, ഓടുന്ന വണ്ടി, പാർക്ക് ചെയ്ത വണ്ടി ഉള്ളു. ഞാൻ അവിടുത്തെ ഒരു ജംഗ്ഷനിലെത്തി. ഇവിടെ ഒരു പമ്പുണ്ട്, വേറെ ഒന്നുമില്ല. വണ്ടി വല്ലതും വരുമ്പോൾ ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് നോക്കാം, അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുക?
ദൈവമേ, വണ്ടിയും കണ്ടി ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ? അയ്യോ, ആരും നിർത്തുന്നില്ലേ ദൈവമേ. ഇത് ഞാനിവിടെ കുറേ നേരം നിന്ന് കൈ കാണിക്കാം, ആരും വണ്ടി നിർത്തുന്നില്ല. ഇവിടെ ടാക്സി ഒരു കുന്തമൊന്നും ഇല്ല. ഇത് മിക്കവാറും മണി വാളും. ചേട്ടാ പ്ലീസ് 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 ചേട്ടാ. ഇത് വൻ ശോകമായി പോയിട്ടോ. ഇത്രയും ഇതായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫെറിയുള്ള ഫോട്ടോ എന്നൊക്കെ പറയുമ്പോഴേ 3 കിലോമീറ്റർ നടക്കാനായിട്ട് വയ്യ ഈ ബാഗും പിടിച്ചുകൊണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് സമയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വണ്ടി ഒന്ന് കൈ കാണിച്ച് നോക്കാം. ഫെറി ടെർമിനൽ, ഫെറി മാൾട്ട. Can you give me a lift? L'ultimo bar io arrivo. Arrivo all'ultimo bar. Wow. Ok. 200 metri e sono arrivato. Hai capito? No. Qua vicino vado io. I don't know. പുള്ളി എന്തോ പറഞ്ഞു എന്നോട്, എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു അപ്പൂപ്പനായിരുന്നു, പാവ നിർത്തിയിട്ട് എന്തോ പറഞ്ഞു. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താങ്ക് യു. Porto? Port. Thank you. I came from Siracusa train. Now go to Malta. Thank you. 10 രൂപ കൊടുത്തു, ഒന്നും ചോദിച്ചില്ല. അങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതൊരു ചെറിയ പോർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന പോലത്തെ ഒരു വലിയ പോർട്ടൊന്നും അല്ല സംഭവം. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മാൾട്ടയിലേക്ക് ആളുകളല്ല, മെയിനായിട്ട് ഫെറിയും ചരക്കും പിന്നെ വണ്ടികളൊക്കെ മാൾട്ടയിലേക്ക് പോകുന്ന സംഭവമാണ്. നമുക്ക് ഇവിടെ നിന്ന് 2 സെയിലിംഗാണ് ആകെ ഉള്ളത്. ഒന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ പറ്റുന്ന രീതിയിലും, പിന്നെ അവിടെ നിന്ന് രാവിലെ പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിലും. അതായത് രാവിലെ 9 മണിക്കും വൈകിട്ട് 9 മണിക്കും. അത് ഓരോ ദിവസം ഓരോ ടൈമിങ്ങാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സെയിലിങ്ങും പരിപാടികളൊക്കെ ഉള്ളത്. എനിക്കൊന്ന് ഈ മാൾട്ടയ്ക്ക് കൂടുതലും ചരക്ക് സംഭവങ്ങളൊക്കെ യൂറോപ്പിൽ നിന്നുള്ളത് പോകുന്നത് ഈ വഴിയാണെന്ന് തോന്നുന്നു, ഇവിടുത്തെ പോർട്ട് വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആകെ ഒരൊറ്റ ഫെറി കമ്പനിയാണ് ഇവിടെ നിന്ന് ഫെറി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദിവസം 2 വെച്ചിട്ട്. അതിൽ അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരാനുള്ള ടിക്കറ്റ് എടുത്തതുകൊണ്ട് 110 യൂറോ ആയി എനിക്ക്. സിംഗിൾ സൈഡ് ടിക്കറ്റാണ് 80 യൂറോ കൊടുക്കേണ്ടി വരും. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഫുഡ് പാസഞ്ചറാണല്ലോ ഞാൻ. വണ്ടിയും കൊണ്ട് പോകുന്നവർക്ക് വണ്ടിയും കൊണ്ടുള്ള ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് അവിടെ കാണിച്ച് കഴിയുമ്പോൾ അവരൊരു ബോർഡിംഗ് പാസ് വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് ജസ്റ്റ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഓഫീസറുണ്ട്, പുള്ളി വന്ന് ചെക്ക് ചെയ്യും, ജസ്റ്റ് നോക്കും. എന്നിട്ട് നമ്മളിവിടെ അകത്ത് ബോർഡിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകാനുള്ള കപ്പൽ മാൾട്ടയിൽ നിന്ന് രാവിലെ വന്നിട്ട് തിരിച്ചു പോകുന്ന കപ്പലാണ്. അത് കപ്പൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കപ്പലിൽ കയറാൻ പോവാണേ. അത്യാവശ്യം നല്ല വലിയ കപ്പലാണ് അത്. എന്താ ഫെറീസ്? വെർത്തു ഫെറീസ്. ഓ യാ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അടിപൊളി. ഇത് സെയിൻറ്റ് ജോൺ പോൾ II എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ബിൽഡർ എന്താ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 2019 നിർമ്മിച്ച കപ്പലാണ്. നമ്മൾ കയറി വന്ന് നേരെ മുകളിലേക്ക് കയറുക. ഇത് കൊള്ളാനുള്ള സംഭവം. താഴെ ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ട്, ഇവിടെ കളിയൊക്കെ ഉണ്ട്. ഹായ്. യെസ്, സുജിത്. Hanno fatto no. Ok. താങ്ക് യു. നമുക്ക് മുകളിൽ പോയിരിക്കാം. അതാണ് ക്ലബ് ക്ലാസിൻ്റെ പ്രത്യേകത. മുകളിൽ ഇവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ലക്ഷൂറിയസ് സീറ്റ്. ഓ, ഇത് കിട്ടില്ല സാധനം കേട്ടോ. നോക്കി എന്ത് കിട്ടില്ല സീറ്റാന്ന് നോക്ക്. പക്ഷേ മറ്റേ ആ ഫെറിയിൽ ഇങ്ങനത്തെ സീറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ 16 മണിക്കൂറൊക്കെ റൂം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതുപോലത്തെ ഈ ഒരു സീറ്റിനകത്ത് സുഖമായിട്ടിരിക്കുകയായിരുന്നു. ഇതെന്ത് അടിപൊളി സെറ്റപ്പാണ്. വാ, അത് വിളിച്ചു കണ്ടിത് കണ്ടില്ലേ? നല്ല അടിപൊളി ലോഞ്ച് പോലത്തെ ഫെസിലിറ്റീസ്. താഴെ വണ്ടികളൊക്കെ ഇങ്ങനെ ഫെറിയിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. കുറേ ലോറികളും പിന്നെ കുറേ കാറുകളും ഒക്കെ ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കിട്ടിലും ഫെറി. ഇത് ക്ലബ് ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമാണ്. അതായത് നമ്മൾ 20 യൂറോ എക്സ്ട്രാ കൊടുക്കണം ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതിന് വേണ്ടി. ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ചെയ്യുമ്പോൾ ഇറങ്ങാൻ പറ്റുമായിരിക്കും. പുറത്തും കുറച്ച് കസേരകളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഔട്ടർ ഏരിയയിലുള്ള ആ ഒരു ആക്സസ് കിട്ടണമെങ്കിൽ നമുക്കിവിടെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുമ്പം ഈ എക്സ്ട്രാ പൈസ കൊടുത്ത് 20 യൂറോ കൊടുത്ത് ഞാൻ ഇതെടുത്താണ്. തിരിച്ച് വരുമ്പോൾ നമ്മൾ സാധാരണ ക്ലാസ്സിലാണ് വരുന്നത്.
അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സോ ഫുഡോ ഒക്കെ വാങ്ങിക്കാം. അതും ഫ്രീ അല്ല, വാങ്ങണം, പൈസ. കൊള്ളാം കേട്ടോ സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ സീറ്റുകളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴെ എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് താഴത്തെ സീറ്റുകൾ. ഇതും മോശമൊന്നുമില്ല, നല്ല സീറ്റാണ്. കണ്ടില്ലേ എന്ത് അടിപൊളി സീറ്റാണ്. കിട്ടിലും ഫെറി ആണല്ലോ ഇത്. ഇതിനകത്തും ഉണ്ട് കസീനോകൾ. കണ്ടില്ലേ, ഇത് നമുക്ക് ഈ ഫെറി സംഭവത്തിൽ കടലിൽ മാത്രം പ്രവർത്തിക്കുന്ന കസീനോകളാണ് ഈ കാണുന്നത്. അത് കടലിനകത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്തോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോരം സ്പേസ്, എത്ര ആളുകൾക്ക് പോകാൻ പറ്റും. ഈ ഒരു കപ്പലിലിപ്പോൾ പെഡസ്ട്രിയൻസ് ആയിട്ട് പോകുന്ന ആകെ എനിക്ക് തോന്നുന്നു 10-50 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും വണ്ടിയും കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ഇനിയിപ്പോൾ അവരൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് കയറി വരും. ഇവിടെ ഉണ്ട് ഒരു കഫേ. ഇവിടെ നമുക്ക് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. കുറേ സംഭവങ്ങളുണ്ടല്ലോ ഇവിടെ. ബർഗർ, പിന്നെ സ്നാക്സ്, സാൻഡ്വിച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയും പുറത്ത് ഇതേപോലെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ബാക്കിലൊരു സാധനം പൊക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, അതിന് ആ ഭാഗത്തൂടെയാണ് വണ്ടിയൊക്കെ അവർ അകത്തേക്ക് കയറ്റുന്നത്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതായത് നമ്മളിതിനു മുമ്പ് ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവ് പോയ ഫെറിയിലൊക്കെ കയറിയില്ലേ, അതിൻ്റെയൊക്കെ 4 ഇരട്ടി വലിപ്പമുണ്ട്. അത്രയും ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. കപ്പലിൽ പൊതുവേ ഫുഡിനും ഡ്രിങ്ക്സിനും ഒക്കെ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും. നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനിപ്പോൾ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മൾ മാൾട്ടേ പോയിട്ട് കഴിക്കാമല്ലോ. നമ്മളിപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂറത്തെ ഫെറിയേ ഉള്ളത്. ശരിക്കും 1.5 മണിക്കൂറിന് ഇത്രയും സൗകര്യങ്ങളുള്ളൊരു ഫെറി, അത് സത്യം പറഞ്ഞാൽ ഭയങ്കര കൂടുതലായി സൗകര്യങ്ങളൊക്കെ ഇല്ലേ. ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ റൂട്ടിലൊക്കെ ഓടുന്നുണ്ടാവും. ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുണ്ട്. ഇവിടെ നമുക്കിനി ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കിയിട്ട് വരാം. ഇവിടെ എന്തോരം സ്ഥലങ്ങളാണ്, എല്ലാം കാലിയാണ്. കണ്ടില്ലേ, ഇതൊരു ഡ്യൂട്ടി ഫ്രീ സ്റ്റോർ പോലത്തെ ഒരു സ്റ്റോറാണ്. ഇതിനകത്ത് പെർഫ്യൂമും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. സത്യം പറഞ്ഞാൽ 20 യൂറോ കൊടുത്ത് ക്ലബ് ലോഞ്ച് എടുക്കുന്നത് വേസ്റ്റാണ്. ഇവിടെ വന്ന് ഇത് കാണുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് നോക്കിയേ. ഇത് വേറെ ലെവല്. എന്ത് വ്യൂ വേണം നോക്കി ഇവിടെ വരുമ്പോഴത്തേക്കിനും. ഇത് പൊളിച്ചു കേട്ടോ. ശരിക്കും ക്ലബ് ലോഞ്ച് എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു 20 യൂറോ എക്സ്ട്രാ കൊടുത്തിട്ട്. എന്താണിത്, എന്തോരം വലിയ സെറ്റപ്പ് ഇത്. ഇത് പൊളിച്ചു. ഇത് ഫുൾ കംപ്ലീറ്റ് നല്ല കിട്ടില്ല, അടിപൊളി സെറ്റപ്പ്, ഒന്നും പറയാനില്ല. അടിപൊളിയല്ലേ ഇത്. തകർത്തു. ഇവിടെയുണ്ട് കഫേ, താഴെ 2 കഫേ ഉണ്ട്. ഇതിനകത്ത് ഇത്ര ആൾക്കാരൊന്നും ഇല്ല, കണ്ടില്ലേ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സത്യം പറയാനുണ്ടല്ലോ, ക്ലബ് ക്ലാസ്സിനെക്കാട്ടി അടിപൊളി താഴെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ആ ചെയറിലിരിക്കുന്നതായിരുന്നു. വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതെന്ത് തേങ്ങയാണ് ഈ ക്ലബ് ക്ലാസ്സിലുള്ളതെന്ന് എനിക്കറിയത്തില്ല. 20 യൂറോ കൊടുത്ത് ക്ലബ് ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സാരില്ല, ഞാൻ 1 സൈഡ് എടുത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സീറ്റ് കണ്ടു, ഇതിങ്ങനെ ചാരി കിടക്കാം. ഭയങ്കര പുഷ് ബാക്കാണ് ഇതിൽ. ഇത് പൊളിയാണ്. പക്ഷേ ഇതൊക്കെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ഇതൊക്കെ എന്തിനാണ് ഓടിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയില്ലേ, പുള്ളിയൊക്കെ വന്ന് ഈ കപ്പലിൽ കയറിയിട്ടുണ്ട് എന്ന് ഫോട്ടോ കണ്ടിയാൽ. ഇവിടെ ഫുഡിനകത്ത് ചിക്കൻ ടിക്ക മസാലയും അതേപോലെ തന്നെ ബീഫ് മദ്രാസ് കറിയും ഉണ്ട്. അടിപൊളി. ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു ഇറ്റാലിയൻ ഫുഡായിട്ടുള്ള റിക്കോട്ട റാവിയോളി എന്ന് പറഞ്ഞൊരു സാധനമാണ് പറഞ്ഞത്. അതും ഒരു ഗ്രീൻ ടീം അവരത് ചൂടാക്കി തരും. ചൂടാക്കി പ്ലേറ്റിലിട്ട് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കൊടുക്കുന്നത്. മദ്യമൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, എന്ത് വേണേ കിട്ടും, വലുതും ചെറുതും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ സമയം 9:15 കഴിഞ്ഞു. നമ്മുടെ ഫെറി ഇവിടെ നിന്നും മാൾട്ടയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ 1.5 മണിക്കൂറുണ്ട്. ഇവിടെ മറ്റേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ടി വിക്കകത്ത്. നമ്മൾ വിമാനത്തിലുള്ള പോലെ തന്നെ കപ്പലിലും അതൊക്കെ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്ന ആ ഒരു ചെറിയ സ്ഥലം. ആ ഒരു പൊസല്ലോ എന്ന് പറഞ്ഞ ചെറിയൊരു നഗരം. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന ആ സ്ഥലം. ഞാനങ്ങനെ ജാക്കറ്റ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങി ഗൈസ്. ഇവിടെ പകൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോകും. പക്ഷെ അത് ജാക്കറ്റ് വേണം, ഇടാതെ ഇറങ്ങുന്ന സേഫ് ഒന്നുമല്ല. പക്ഷെ എന്നാലും കുറച്ച് ദിവസത്തിന് ശേഷം ജാക്കറ്റ് ഇടാതെ സൂര്യപ്രകാശത്ത് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും എന്ത് സുഖം അറിയാമോ. ഇതെല്ലാം സൂപ്പർ ഫാസ്റ്റ് ഫെറികളാണ്. അത്യാവശ്യം നല്ല വേഗതയിലായിരിക്കും ഇതൊക്കെ പോകുന്നത്. ഇവിടെ പല സ്ഥലത്തും ഉണ്ട് ഇതുപോലെയുള്ള ചെറിയ പോർട്ട് സിറ്റികൾ. ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് താഴെയും മുമ്പിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോകാം. there comes my food. ഇത് വലിയ കത്തിയില്ല കേട്ടോ. വലിയ കത്തിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. 1000 രൂപയായി. 10 യൂറോ ആയുള്ളൂ ഇത് രണ്ടും കൂടെ. ഇത് ഗ്രീൻ ടീ, ഇത് എൻ്റെ മറ്റേ റിസോർട്ടോയോ അല്ലേ, റിസോർട്ടോ അല്ലല്ലോ, റിക്കോട്ട റവിയോളി അതാണ് സാധനം. എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തില്ല. ഞാൻ ഇരുന്നത് ഇച്ചിരി റോങ് സ്ഥലമായിപ്പോയി. ഇവിടെ വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം ഇത് ഇച്ചിരി താത്തിയിടാം.
ഗ്രീൻ ടീം, പിന്നെ റിക്കോട്ട റിവിയോള. ഇവരുടെ ഫുഡുണ്ടല്ലോ ഈ ചൈനീസ് ഫുഡ് പോലല്ല, ഒട്ടും സ്പൈസി ആയിരിക്കത്തില്ല. പക്ഷെ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു ടൊമാറ്റോ ഫ്ലേവറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും. ഇത് നമുക്ക് കഴിക്കാവുന്ന ഫുഡാണല്ല. ഇറ്റാലിയൻ ഫുഡ് പൊതുവെ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഫുഡാണ്. നമുക്കെന്നല്ല, എല്ലാവർക്കും കഴിക്കാവുന്ന ഫുഡാണ്. ഇതൊരു ടൊമാറ്റോ ബേസിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അടിപൊളി കേട്ടോ. നമ്മൾ ലസാനയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട്, പക്ഷെ ലസാന കഴിക്കുന്ന പോലല്ല, പാസ്ത കഴിക്കുന്ന പോലെയാണെന്ന് വെച്ചാൽ അതുമല്ല. ഇത് സംതിങ് ഡിഫറെൻറ്റ്. എനിക്ക് ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ അറിയില്ല. ഇത് ഒരെണ്ണം നമുക്ക് മൊത്തം കഴിച്ച് തീർക്കാൻ പറ്റുമല്ലോ, അതിന് മാത്രമുണ്ട്. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര റിച്ച് അല്ലേ സാധനം, ഭയങ്കര ഹെവിയാണ്. ചീസും അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അതിനകത്ത്. ഇത് മാൾട്ടയിലുള്ള മലയാളികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രിപ്പ് ഇടയ്ക്ക് പോകാറുണ്ടോ? നിങ്ങൾക്ക് മാൾട്ടയിൽ നിന്ന് ഇതേപോലെ ഫെറി എടുത്തിട്ട് ഇറ്റലിയിൽ വന്നിട്ട് രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകാം. ഇറ്റലിയിലുള്ളവർക്ക് മാൾട്ടയിൽ പോയിട്ട് രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകാം. വൈഫൈ വേണമെങ്കിൽ 4 യൂറോ കൊടുക്കണം 2 മണിക്കൂറത്തേക്ക്. പക്ഷേ നമ്മൾ ക്ലബ് ക്ലാസ് ആയതുകൊണ്ട് അവർ നമുക്ക് ഫ്രീ ഇൻ്റർനെറ്റ് വൗച്ചർ തരുന്നതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ സാറ്റലൈറ്റ് വൈഫൈ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കടലിൽ നമ്മൾ പോകുന്ന കപ്പലുകളിൽ മിക്കതും സാറ്റലൈറ്റ് വൈഫൈ ആയിരിക്കും ഉണ്ടാകുക. ചില സമയത്തൊക്കെ നല്ല സ്പീഡ് കിട്ടും, ചില സമയത്തൊക്കെ അത്യാവശ്യം മോശമായിരിക്കും. പക്ഷേ ഞാൻ പണ്ട് ക്രൂസ് ട്രിപ്പിലൊക്കെ പോയ സമയത്തൊക്കെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. നമുക്ക് അൺലിമിറ്റഡ് പാക്കേജ് ഒക്കെ എടുക്കാൻ പറ്റും. ഈ ഫെറി ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ആട്ടമുണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല ആടിയാണ് പോകുന്നത്. ഞാനിപ്പം നടന്നു വരുമ്പോഴത്തേക്കിനും മറ്റേ വലിയ കപ്പൽ പോകുന്ന പോലൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്താ ഉള്ളത്? ഒന്നുമില്ല. ആൾക്കാർ അത്യാവശ്യമായിട്ടുണ്ട്. ഇപ്പം വണ്ടി പാർക്ക് ചെയ്ത ആൾക്കാരാണ് കൂടുതലും. വണ്ടി പാർക്ക് ചെയ്ത ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുകയാണ്. കാറ്റ് രക്ഷയില്ലട്ടോ. നമ്മളെ ശരിക്കും ഇപ്പൊ പോകുന്നത് അഡ്രിയാറ്റിക് സീ അല്ല, മെഡിറ്ററേനിയൻ സീ ആണ് ക്രോസ് ചെയ്യുന്നത്. അഡ്രിയാറ്റിക് സീ അപ്പുറത്തെ ഭാഗത്തല്ലേ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ മെഡിറ്ററേനിയൻ സീ ക്രോസ് ചെയ്താണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, സുയസ് കനാല് വഴി അവിടെ നിന്നുള്ള വാഹനങ്ങൾ അറേബ്യൻ സീന്ന് സുയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ സീ കയറിയിട്ടാണ് മൊറോക്കോയുടെയും ജിബ്രാൾട്ടറിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടറിൽ കൂടി അപ്പുറത്തെ UK ഭാഗത്തേക്ക് പോകുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടറിലും പോകുന്നുണ്ട്. നമ്മളിനി മാൾട്ടയിൽ തിരിച്ച് ഇറ്റലി പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്രാൻസ് വഴി നമ്മൾ സ്പെയിനിൽ പോയിട്ട് ജിബ്രാൾട്ടർ പോകും. ജിബ്രാൾട്ടർ UKയുടെ ഒരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്. അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ ഒരു ഫെറി എടുത്ത് നമ്മൾ മൊറോക്കോയിൽ ടാഞ്ചർ വരെ പോകും. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. നമുക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡവും കൂടെ KLT-UK ട്രിപ്പിൽ കവർ ചെയ്യാമല്ലോ. ഏത് മാൾട്ട, നമ്മൾ മാൾട്ടയ്ക്ക് പോകുന്നു ഗൈസ്. മാൾട്ട. അങ്ങനെ അതാ നമ്മൾ മാൾട്ടയിലെത്തിയിരിക്കുകയാണ്. മാൾട്ടയുടെ ആ ഒരു പോർട്ടിന്റെ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നീങ്ങി പോവും. സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷദ്വീപും ആൻഡമാനും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മാൾഡീവ്സ് ഒക്കെ പോകുമ്പോൾ കാണുന്ന പോലെ നല്ല പച്ചപ്പും ഹരിതാപയും തെങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണത്തില്ലേ. പക്ഷേ മാൾട്ട എന്ന് പറയുന്നത് അങ്ങനെയല്ല. എനിക്കറിയത്തില്ല. നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ മാൾട്ട എവിടെയാണെന്ന് വെച്ചാൽ കാണാം. നമുക്ക് ആ ലിബിയയുടെയും ട്യൂണീഷ്യയുടെയും ഒക്കെ മേളിലായിട്ടാണ് മാൾട്ട വരുന്നത്. ശരിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും അടർന്നു മാറി വന്ന് നിൽക്കുന്ന ഒരു ഐലൻഡ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു ഐലൻഡാണ് മാൾട്ട എന്ന് പറയുന്നത്. വലിയ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ വരുമ്പോൾ തന്നെ കാണാം, നമ്മൾ ഒരു ആഫ്രിക്കൻ ടച്ച് അല്ലെങ്കിൽ ഒരു അറബ് കൺട്രീസിലൊക്കെ പോകുന്നത് പോലെയുള്ള ആ ഒരു കളറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അത്തരത്തിലാണ് മാൾട്ട നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ശരിക്കും ഉണ്ടല്ലോ, ഈ മാൾട്ടയിലേക്ക് ഫെറി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിയർ ബൈ ഐലൻഡിലേക്കൊന്നും ഫെറി എടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല കാഴ്ച, ആ മാൾട്ടയുടെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കിവിടെ ഫെറിയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്ത് ഭംഗിയല്ലേ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട കേന്ദ്രമാണ് മാൾട്ട എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. ജോലിക്കും ബിസിനസ്സിനും അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇവിടെ കുടിയേറിയ ധാരാളം മലയാളികളുള്ളൊരു സ്ഥലമാണ് മാൾട്ട. നമുക്കിപ്പോൾ ആക്ച്വലി മാൾട്ടയുടെ 2 സൈഡും കാണാം. അപ്പുറത്തെ സൈഡും കാണാം, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കാണാം. ഈ 2 സൈഡിനിടയ്ക്കൂടെയുള്ള ചെറിയൊരു നാരോ പാസേജ് ഉണ്ട്. ആ പാസേജ് വഴിയാണ് നമ്മളിപ്പോൾ പോർട്ടിലേക്ക് പോകുന്നത്. ആ കാണുന്ന കോട്ടയുടെ മേളിൽ പോകാൻ ലിഫ്റ്റ് വരെ പണിത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതുണ്ടോ? ഇവിടൊക്കെ കുറെ കോട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കോട്ടയുടെ മേളിൽ പോകാൻ ലിഫ്റ്റ് ഒക്കെ പണിത് വെച്ചിരിക്കുന്നുണ്ടോ? അത് കൊള്ളാമല്ലേ? സംഭവം പൊളിയാട്ടോ. ഒരു ഡിഫറെന്റ് വൈബുള്ള സ്ഥലമാണ്. അപ്പുറത്ത് കുറെ യാട്ടുകളൊക്കെ കിടക്കുന്നു. ഇതിപ്പോ ഞാൻ ഏത് സൈഡിൽ വീഡിയോ എടുക്കും? അപ്പുറത്ത് എടുക്കണോ, ഇപ്പുറത്ത് എടുക്കണോ, അപ്പുറത്ത് എടുക്കണോ, ഇപ്പുറത്ത് എടുക്കണോ എന്നുള്ള ഇതിലാണ്, കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ. ഇത് നോക്ക്,
ഇതെന്താ സംഭവം, എന്തൊക്കെയാണോ എനിക്കറിയില്ല. നല്ല കിടില സ്ഥലങ്ങളൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ യെല്ലോ കളർ, യെല്ലോ അല്ല എന്തേലും പറഞ്ഞേ ആ ഒരു ചാരം നിറമുണ്ടല്ലോ, ചാരമൊന്നും അല്ലല്ലോ പറയുന്നത്, എന്ത് ദൈവം ഈ കളറിന് പറയുന്നത്, ആ കളറാ ഫുള്ള് മഞ്ഞ തന്നെ പറയാം. യെസ്, മഞ്ഞ. ശരിക്കും ജാക്കറ്റ് ഒന്നും വേണ്ടാട്ടോ, ഇത് വേറെ ലെവല. ചൂടാണ്, ചൂടെടുക്കുന്നത്. ഞാനൊരു ഫെറിയിൽ കയറി ഇവിടെ ഐലൻഡിൽ വന്നപ്പോഴത്തേക്കും ചൂടെടുക്കുന്നത്. നമ്മളങ്ങനെ മാൾട്ട എത്തി ഗൈസ്, മാൾട്ട നോക്ക്, മാൾട്ട. എന്റെ അമ്മ, ഇത് എന്ത് സംഭവം, ഇത് മറ്റേ ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പാന്ന് തോന്നുന്നു കേട്ടോ, ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പാണ്. നോ സ്മോക്കിംഗ്, നോ നേക്കഡ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, അത് ഓയിൽ ഷിപ്പാണ്, ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പായിരിക്കും. അല്ലെങ്കിൽ ക്രൂഡായിരിക്കാൻ സാധ്യതയില്ല. ഇവിടെ മറ്റേ പെട്രോളും ഡീസലൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കുമല്ലോ, ഇവിടെ ക്രൂഡ് കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനാണ്. അപ്പോൾ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പല്. മാൾട്ട കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണല്ലോ, ഒരു പൂർണ്ണമായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ശരിക്കും മാൾട്ട. ഈ മാൾട്ടയ്ക്ക് സമീപം, മാൾട്ടയ്ക്ക് താഴെയും മേളിലും ഒക്കെ ആയിട്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ധാരാളം കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളുണ്ട്. അതൊക്കെ ഇറ്റലിയുടെ അധീനതയിലുള്ള ഐലൻഡുകളാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പാസഞ്ചർ ഫെറി ടെർമിനലാണ്. ഇത് നമ്മുടെ മാൾട്ടയുടെ മറ്റ് ഐലൻഡുകളുണ്ട്. ഇവിടെ നിന്ന് കുറേ ഐലൻഡ് ടൂറുകളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ വേറെയുണ്ട്. അവിടേക്ക് പോകുന്ന ഡൊമസ്റ്റിക് ഫെറി പോകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് അത്യാവശ്യം മാൾട്ടയുടെ നല്ലൊരു കിഡിലൻ വൈബ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ഫെറി ടെർമിനലും പിന്നെ ശരിക്കും നല്ലൊരു ടൂറ് നമുക്ക് ശരിക്കും ഇത് ഭയങ്കര വേർത്തായി പോയി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം മനസ്സിലായില്ല നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇപ്പുറത്തും കാണാം കണ്ടോ. ഇവിടെ ഇതുപോലത്തെ ഫെറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ ഐലൻഡ് ഹോപ്പിങ്ങിന് പോകുന്ന ഫെറികളാണെന്ന് തോന്നി കാണുന്നതൊക്കെ. ഈ ഒരു ഭാഗം കാണാൻ വലിയ ഗുണമില്ല, ഇപ്പുറത്തെ ഭാഗമാണ് അടിപൊളി. അങ്ങനെ നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ഫെറി ടെർമിനലിലേക്ക് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് കപ്പൽ ഇവിടെ ഇങ്ങനെ ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് മാൾട്ടയിൽ വിമാനം ഇറങ്ങുന്ന കാണാം. വിസ് എയർ ഒക്കെ വളരെ ബഡ്ജറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മാൾട്ടയിൽ നിന്ന്. നിങ്ങൾക്ക് അബുദാബിയിൽ നിന്നൊക്കെ മാൾട്ടയിലേക്ക് സിമ്പിളായിട്ട് വരാവുന്നേ ഉള്ളൂ. യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും വിസ് എയർ എടുത്തിട്ട് നിങ്ങൾക്ക് മാൾട്ടയിലേക്ക് വരാം. ഭയങ്കര ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റാണ് വിസ് എയർ. അങ്ങ് ദൂരെ നമുക്ക് കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ, അടിപൊളിയല്ലേ. നമ്മൾ ഈ പള്ളിയോടങ്ങൾ, ആറന്മുള പള്ളിയോടം ഈ നിർത്തിത്തിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ വള്ളംകളിയുടെ സമയത്ത് കാണാം. അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഫെറി ടെർമിനൽ ഇവിടെ നിർത്തി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ഇതുകൊണ്ട് അടുപ്പിക്കാൻ പോകുന്നത് കണ്ടോ. അതുപോലെ ഇവിടെ നിർത്തി തിരിക്കുന്നത് കണ്ടോ, ഈ വള്ളമൊക്കെ തിരിക്കുന്ന പോലെ. എത്ര സിമ്പിളായിട്ടല്ലേ ഇവർ ഇത്രയും വലിയ ഷിപ്പ് ഇവിടെ ഡീൽ ചെയ്യുന്നത് ഉണ്ടല്ലേ. അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഈ ഷിപ്പ് തിരിച്ചതിന്റെ ആ ഒരു പാടാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ഇതാ കാണുന്നത് കണ്ടില്ലേ, ഷിപ്പ് തിരിച്ചിവിടെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ റിപ്പബ്ലിക് ഓഫ് മാൾട്ടയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. എൻ്റെ 61ാമത്തെ രാജ്യമാണ് മാൾട്ട എന്ന് പറയുന്നത്. നമ്മൾ ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ നിന്നും 85 കിലോമീറ്റർ ഈ ഫെറി ഷിപ്പിൽ യാത്ര ചെയ്താണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഇവിടെ നിന്ന് 300 കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്താൽ ടുണീഷ്യയിലേക്കും 280 കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ലിബിയയിലേക്കും എത്തും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് മാൾട്ടയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം ആദ്യം പെഡസ്ട്രിയൻസ് ആണ് കയറിയത് കപ്പലിലേക്ക്, അതിനുശേഷമാണ് വാഹനങ്ങൾ കംപ്ലീറ്റ് കയറിയത്. തിരിച്ചു പോകാൻ നേരം ആദ്യം വാഹനമാണ് ആദ്യം ഇറക്കുന്നത്. വാഹനം കംപ്ലീറ്റ് ഇറക്കിയതിന് ശേഷം മാത്രമേ പെഡസ്ട്രിയൻസിനെ ഇറക്കുകയുള്ളൂ. അപ്പോൾ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ മാൾട്ട ഉണ്ടല്ലോ, ഇതിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് വല്ലറ്റ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്, ചെറിയൊരു സിറ്റിയാണ്. ഇവിടുത്തെ ആളുകൾ മാൾട്ടീസ് എന്ന് പറഞ്ഞൊരു ഭാഷ സംസാരിക്കും, ഇറ്റാലിയൻ സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒരു അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ചെറിയൊരു രാജ്യമാണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം വാഹന സാന്ദ്രത കൂടിയതും ജനസാന്ദ്രത കൂടിയതുമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതൊരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ഇതൊരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു കോമൺവെൽത്ത് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വാഹനങ്ങളൊക്കെ റോഡിൻ്റെ ഇടതുവശം ചേർന്നായിരിക്കും ഓടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ റിലീജിയനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 90% ക്രിസ്ത്യൻസും പിന്നെ ബാക്കി ഇസ്ലാം, ഹിന്ദുയിസം അങ്ങനെ എല്ലാ ജാതിക്കാരും ഇവിടെയുണ്ട്. അറബ്സ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, കൊക്കേഷ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂറോ ആണ് ഇവരുപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 5,42,000 ആണ്. മാൾട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വലിയ എക്സ്ട്രീം തണുപ്പ് വരത്തില്ല. അതായത് ഒരു മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്, എക്സ്ട്രീം വിൻ്റർ വരാത്തൊരു സ്ഥലമാണ്. ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂടിപ്പോയ ഒരു 7-8 റേഞ്ചിലൊക്കെ ഇവിടുത്തെ വെതർ തണുപ്പ് പോവുള്ളൂ. സ്നോ വീഴുന്ന പരിപാടിയേ ഇല്ല. ചൂടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് വരുന്നൊരു സ്ഥലം കൂടിയാണ് മാൾട്ട. അതുകൊണ്ട് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം കാറുകൾ ഈ ഒരു രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്രയും കാറുകളുണ്ട്. അത്രയധികം കാറുകളുടെ സാന്ദ്രതയും കൂടിയ ഒരു രാജ്യമാണിത്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ എഫക്റ്റീവാണ്. ബസ്സുകൾ ധാരാളം ഓടുന്നൊരു സ്ഥലമാണ്. അത് നമുക്ക് മലയാളികളായിട്ടുള്ള ധാരാളം ബസ് ഡ്രൈവേഴ്സ് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ബസ്സിൽ കയറുമ്പോൾ ആരെങ്കിലൊക്കെ കാണുമെന്ന് വിചാരിക്കാം. എന്തായാലും മാൾട്ടയിലേക്ക് ഇറങ്ങാൻ സമയമായി. നമ്മുടെ 61ാമത്തെ രാജ്യം. താങ്ക് യു. ബൈ ബൈ.
ഒരു മലപ്പുറം കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള ഒരു ആയൂബ് എന്ന ഒരാൾ എന്നെ കാത്തിവിടെ നിൽക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അദ്ദേഹം കുറേ വർഷമായിട്ട് ഇവിടെയുള്ള ആളാണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഓസ്ട്രിയ വിയന്നയിലെ നമ്മുടെ സ്ഥാപകനായിട്ടുള്ള പ്രിൻസ് ഏട്ടനാണ് എനിക്ക് ഇദ്ദേഹത്തെ കണക്ട് ചെയ്ത് തന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ വന്ന ഫെറി. അപ്പം പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന നമ്മുടെ ആ ഒരു മാൾട്ട എന്ന രാജ്യത്തേക്കാണ് ഞാനിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം എനിക്ക് തോന്നുന്നു ധാരാളം ക്രൂസ് ഷിപ്പുകളൊക്കെ വരുന്നൊരു സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. നമസ്കാരം. കുറേ നേരമായി വന്നിട്ട്. യാത്രയ്ക്ക് എന്താ സുഖം. ഇന്ന് രാവിലെ എണീറ്റാണ്. രാവിലെ 5:30 ഞാൻ പുറകെ വയ്ക്കാം. ഞങ്ങളങ്ങനെ ഇവിടെ ഇത് വല്ലറ്റ സെൻട്രൽ ഏരിയ അല്ലേ അല്ലേ? പിന്നെ അതിൻ്റെ മേളിൽ കൂടെ പാലം ഒക്കെ നോക്കി എന്തൊക്കെ പരിപാടികളാണ് നോക്കി. ഇവിടെ ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം ഹോട്ടൽസിൻ്റെ ഏരിയാസാണ്, ഹോട്ടലുകളുടെ ഏരിയ. ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ ഒരു ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഇവിടെ പാർക്കിങ് പോയിട്ട് വണ്ടി ഒന്ന് നിർത്തി ആളെ ഇറക്കാൻ പോലും സ്ഥലമില്ലാത്ത ഏരിയ ആണ് മൊത്തം. അതായത് അത്ര നാരോ ഏരിയ അല്ലേ. ഈ നാരോ ഏരിയയിൽ ഇവർ നല്ല റോഡൊക്കെ പണി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. മോനെ ഈ സ്ഥലം കൊള്ളാട്ടോ, ഇത് അടിപൊളിയാണല്ലോ. ഇവിടെ എവിടെയോ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ, അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് പോയി നോക്കട്ടെ. ഗായ്സ്, ഞാൻ ഇവിടെ ജാക്കറ്റൊന്നും ഇല്ലാതെ നടക്കുന്നു. ചെറിയൊരു തണുപ്പേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഏതോ ഒരു ഷോപ്പിംഗ് മോളുണ്ട്. ഈ ഷോപ്പിംഗ് മോളിൻ്റെ അകത്താണ് എൻ്റെ ഹോട്ടൽ. ഇവിടെ ഇപ്പോൾ ഓഫ് സീസണാണ്. ഇവിടെ വലിയ റേറ്റ് ഒന്നുമില്ല. ഇവിടെ ശരിക്കും സമ്മറിലാണെന്ന് തോന്നുന്നു സീസൺ. സമ്മർ ആകുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആവും സംഭവങ്ങളൊക്കെ. എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ, ജീവിക്കാൻ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും മലയാളികൾ ഇവിടെ വരുന്നത് അല്ലേ, അല്ല ഇന്ത്യക്കാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ റൂമിൽ വന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനിട്ട്, പിന്നെ തുണി അലക്കാനുള്ളതൊക്കെ ബാഗിലെടുത്തുണ്ട്. കാരണം ഇവിടെ ലോണ്ട്രി ഇല്ല, പുറത്ത് എവിടെയെങ്കിലും ലോണ്ട്രി പോയി ചെയ്യണം. കുറേ തുണി അലക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റാണ്. റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്, ഇതാണ് സംഭവം. അപ്പുറത്ത് കാണുന്നത് ഹോൾഡെയിൻ ഹോട്ടലാണ്, പിന്നെ അപ്പുറത്ത് കാണുന്നത് ഇൻ്റർ കോണ്ടിനെൻ്റലാണ്. പിന്നെ ഇവിടെ മൊത്തം ഹോട്ടലുകളും അങ്ങനെ സെറ്റപ്പുകളൊക്കെ തന്നെയാണ്. താഴെ ഈ കാണുന്ന ഷോപ്പിംഗ് മോളാണ്. 50 യൂറോ ആയിരുന്നു ഈ റൂമിൻ്റെ റേറ്റ്. 50 യൂറോ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ നിയർ ബൈ മറ്റ് ഐലൻഡുകളിലേക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ടൈപ്പ് ബോട്ടിംഗ് ടൂറുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഹാർബർ ക്രൂയിസ്, പിന്നെ പലതരത്തിലുള്ള പാർട്ടീസ്, സൺസെറ്റ് ക്രൂയിസുകൾ, ബീച്ച് ടൂർസ്, ഗൈഡഡ് ടൂർസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ടൂറുകളൊക്കെ ഉണ്ടാവും. ഇതുപോലുള്ള ധാരാളം ട്രാവൽ ഏജൻസികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് വേണമെങ്കിൽ ടൂർ ബുക്ക് ചെയ്ത് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കറങ്ങാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ ആണ് യൂഷ്വലി ടൂറിസ്റ്റുകൾ പൊതുവെ വരുമ്പോഴത്തേക്കിനും താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആണ്. സെയിൻറ്റ് ജൂലിയൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. സെയിൻറ്റ് ജൂലിയൻ അല്ലേ, സെയിൻറ്റ് ജൂലിയൻ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ബ്രിട്ടീഷ് കോളനി ആയതുകൊണ്ട് പേരുകൾക്കൊക്കെ ഏകദേശം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ, അല്ലേ? പണ്ടത്തെ പേരുകളൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ പിന്നെ ഇവിടെ അറേബ്യൻസും കുറച്ചു കാലം ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാം. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അക്കങ്ങളിലൊക്കെ വഹദ, തെനിൻ, സലാസ, അറേബ്യൻ ഇപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് മോൾട്ടീസ് ലാംഗ്വേജ് അറേബ്യൻ ഇറ്റാലിയൻ ഒക്കെ ആയിട്ടൊരു കണക്റ്റഡ് ആണ്. ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റാലിയനും അറേബ്യനും ആയിട്ട് കണക്റ്റഡ് ആണ്. ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ലാംഗ്വേജ് പഠിച്ചോ? ഇറ്റാലിയൻ പഠിച്ചോ? ഇറ്റാലിയനൊക്കെ ഇവിടുത്തെ ലാംഗ്വേജ് നമുക്ക് കുറച്ച് അറബിയൊക്കെ അറിയുന്നുണ്ട്. അത് ശരി, പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? ശരിക്കും എനിക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു GCC കൺട്രിയുടെ ഒക്കെ ഒരു ചായവുണ്ട് പല സ്ഥലത്തും. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ GCC കൺട്രി അല്ല. മറ്റേ ഗൾഫിലേക്ക് സൗദി ആണെങ്കിലും UAE ആണെങ്കിലും പഴയ അവരുടെ ഒരു റിമോട്ട് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയും കൃഷിയൊക്കെ ഉണ്ടല്ലോ. ഈ ചെറിയൊരു ഐലൻഡിൽ ഞാൻ വിചാരിച്ചു മൊത്തം ബിൽഡിങ്ങുകളായിരിക്കും എന്ന്, പക്ഷെ ഇവിടെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ഇവിടെ ശരിക്കും ഇതൊരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൻഡാണ്. ബീച്ച് ടൂറിസം വളരെ മികച്ച രീതിയിലുള്ള ഒരു ഐലൻഡാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കൂബ ഡൈവിങ്, പിന്നെ അതേപോലെ തന്നെ ബീച്ച് ഐലൻഡ് ഹോപ്പിങ്. ഇപ്പം തന്നെ ഇവിടെ ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടില്ല, ഞാൻ വേർത്ത്. തൊട്ടപ്പുറത്ത് 80 കിലോമീറ്റർ അപ്പുറത്ത് സിസിലിയിൽ രാവിലെ തണുക്കായിരുന്നു. എനിക്ക് രാവിലെ എഡിറ്റ് ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തണുപ്പായിരുന്നു. ആ ഒരു ഫെറി എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ആ കാലാവസ്ഥയിൽ വന്ന മാറ്റം കണ്ടോ? ഇവിടെ സമ്മറിൽ എത്ര ചൂട് വരും? സമ്മറിൽ
നല്ല ചൂട് വരുമോ? ചൂടുണ്ട്. പൊള്ളുമായിരിക്കുമല്ലോ. പൊള്ളുന്ന അത്ര അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ പൊള്ളുന്ന ചൂടുകളൊന്നും ഇല്ല. അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ്. ടെമ്പറേച്ചർ അല്ല, വെതർ അടിപൊളിയാട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലെ കൃഷി പാടങ്ങളില്ലേ, അതേപോലെയുണ്ട്. ഈ മരങ്ങളൊക്കെ എനിക്ക് ഒന്ന് വെച്ച് പിടിപ്പിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ മരങ്ങൾ തീരെയല്ല, നല്ല കാറ്റുള്ള പ്രദേശമായിരിക്കും അല്ലേ? അതായിരിക്കും മരം തീരെ ഇല്ലാത്തത്. ഇവിടെ മൊത്തം ക്യാക്ടസ് ഒക്കെ നിൽക്കുന്നു ഇഷ്ടം പോലെ. വലിയ ഉയരമുള്ള മരങ്ങളൊക്കെ വളരെ കുറവാണ്. ലോണ്ടറി നോക്കണം അല്ലേ? ലോണ്ടറി നോക്കണം, തുണി എടുക്കണം. ഞാനിവിടെ വന്നു. 7.5 യൂറോ ആണ് ഇതിനകത്ത് തുണി അലക്കാൻ ഇടാനായിട്ട്. 7.5 യൂറോ കൊടുത്ത് ചില്ലറ ഇട്ടിട്ട് ഞാനിത് ഓണാക്കി ഇട്ടു. അപ്പോൾ ആനിമൽ ബ്ലാങ്കറ്റ് ഈ സാധനങ്ങളൊന്നും ഇടരുതുണ്ട്. ഡു നോട്ട് ആഡ് ഡെറ്റർജൻറ്റ്, ദേ ആർ ഓട്ടോമാറ്റിക്കലി ആഡ്. അതൊക്കെ ഓൾറെഡി ആഡ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇത് ഡ്രൈ ചെയ്യാനിടാം. അപ്പോൾ ഇതിപ്പം 49 മിനിറ്റ്സ് ഉണ്ട്. തുണി അലക്കാനിട്ടിട്ട് ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് മറ്റേ യാട്ടുകളൊക്കെ വന്ന് അടിയുന്ന സ്ഥലമല്ലേ? ആണോ? ഇവിടെ ഫിഷിംഗ് ഉണ്ടോ? ചെയ്യാൻ പറ്റുമോ? ഫിഷിങ്ങിന് പോകാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? പറ്റുമോ? അത് അതിന് സ്പെഷ്യൽ ലൈസൻസ് ഒക്കെ വേണോ? അതിന്റെ ടീമുകളുടെ കൂടെ പോവാം, അത്രേ ഉള്ളൂ. അങ്ങനെ പോവാം അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ വന്ന് ഏതോ ഒരു കാട്ടിനകത്തോട് പോകുന്ന പോലെ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹൈക്കിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് പോകുന്നത് കാണാം. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കടൽ കാണാം. എവിടെ നോക്കിയാലും കടൽ കാണാം. അങ്ങ് ദൂരെ നമുക്ക് ഗോസോ എന്ന് പറഞ്ഞ ഐലൻഡ് കാണാം. അങ്ങനെ എവിടെ നോക്കിയാലും പച്ചപ്പ്. ഞാൻ പച്ചപ്പില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിനും എവിടെ നോക്കിയാലും പച്ചപ്പാണ് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണ് സുഹൃത്തുക്കളെ, പച്ചപ്പില്ല എന്ന് പറഞ്ഞത്. കാരണം പച്ചപ്പെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് വലിയ മറ്റേ നമ്മൾ സാധാരണ നമ്മുടെ അവിടുത്തെ ഐലൻഡുകളിൽ കാണുന്നത് പോലെ തെങ്ങും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. വലിയ മരങ്ങളൊന്നുമില്ല, ചെറിയ കുറ്റിച്ചെടികളാണ് മൊത്തം. ഞങ്ങളിപ്പോൾ എവിടെ എത്തിയേക്കുന്നത് നോക്കിയേ. അതുകൊണ്ട് അവിടെ നിന്നെങ്ങാണ്ടാണ് വന്നത്, അങ്ങ് ദൂരെ നിന്നെങ്ങാണ്ടാണ് വന്നത്. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്ന് ഇവിടെ ഒരു ചാപ്പലുണ്ട്. ഈ ചാപ്പലിൻ്റെ അടുത്തേക്കാണ് വന്നത്. ഇതൊക്കെ ശരിക്കും ഒരു ക്ലിഫ് ഏരിയ പോലത്തെ ഓരോ ക്ലിഫുകളാണ്. ഇവിടെ കുറേ പക്ഷികൾ, ഈ പറഞ്ഞ പോലെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം എന്താ പറയുക, ജാക്കറ്റ് ഇല്ലാതെ നടക്കുന്ന സന്തോഷത്തിലാണ് ഞാൻ. അയ്യോ, ഇവിടെ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ജാക്കറ്റ് പോയിട്ട് ഒന്നും വേണ്ടി വരും എന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ജാക്കറ്റ് വേണം. എൻ്റെ ദൈവമേ, ഇത് നോക്കി, ഇത് കണ്ടോ? ഇത് ഇങ്ങനെ നടന്ന് വന്ന് കാല് തട്ടി വീണാ താഴെ പോയി. അയ്യോ, ഇത് കണ്ടോ? അത്ര ഡേഞ്ചറാട്ടോ ഇത്. ഒന്ന് കാല് തട്ടിപ്പോയാൽ താഴെ പോയി. കണ്ട, ഇതൊന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും താഴെ വീഴും. അതാണ് അവസ്ഥ. ഇത് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടിട്ടേ ഭ്രാന്തായി പോകും. കണ്ടോ, നോക്ക്. എൻ്റെ ദൈവം, എനിക്ക് താഴേക്ക് നോക്കാൻ പറ്റത്തില്ല, അതുപോലെ പേടിയാവുന്നത്. മൊത്തം ഇങ്ങനെയാണ്. ഇവിടെ വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ലിപ്പറിയാണ്, താഴെ വീഴുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരി, ഞാനിതുവരെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐലൻഡാണ് ഇത്. ഫുള്ള് കാറ്റാണ്, മൊത്തം കാറ്റാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐലൻഡാണ്. അതായത് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന്, ഓ മൈ ഗോഡ്, കേട്ടാ ഞാൻ നോക്കി എവിടെ അത് താഴെ വീട് സെൽഫി എടുക്കാൻ പോയി താഴെ വീടാ തീർന്നു കഴിച്ചു. എൻ്റെ അമ്മോ, അത്രയ്ക്കൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലിഫ്. ഇതുപോലത്തെ ക്ലിഫുകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് മാൾട്ടയിൽ. ഇറ്റ്സ് റിയലി നൈസ് ഡോ. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ മൊത്തത്തിൽ? എനിക്കൊന്ന് ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു റെൻ്റക്കാർ എടുത്തിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് അല്ലേ? പക്ഷേ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ പാടായിരിക്കും. സിറ്റിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ എന്തായാലും ക്ഷേതയായിട്ടൊക്കെ വരും. കാരണം സമ്മറിൽ അവരൊക്കെ എൻജോയ് ചെയ്യും, ഭയങ്കര രസമായിരിക്കും ഇവിടെ. നമുക്ക് റെൻ്റേ കാറൊക്കെ എടുത്തിട്ട് നമുക്ക് ഫെറിയിലൊക്കെ കയറ്റി അപ്പുറത്തെ ഐലൻഡിലൊക്കെ പോകാം. പിന്നെ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം, രസമായിരിക്കും. ഞാൻ അവിടെ തിരിച്ച് വന്ന് ഇവിടെ തുണിയെടുത്ത് ഉണക്കാനായിട്ട് ഇട്ടു. അപ്പോൾ ഇത് എത്ര സമയം കൊണ്ട് ഉണങ്ങി കിട്ടും എന്നുള്ളത് നോക്കണം. റോഡിലൂടെ നടക്കുമ്പോഴെല്ലാം ഇന്ത്യൻ മണം, മസാലയുടെ മണം, ഫുഡ് ഉണ്ടാക്കുന്ന മണം,
ഇവിടെ മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെന്ന്. ഇവിടെ കുറേ ഉണ്ടോ? ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കണ്ടായിരുന്നു. ഇവിടെ ഇങ്ങേർക്ക് തന്നെ 2 റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അയ്യോ ഒന്നും പറയണ്ട. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. പുള്ളിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. ചായ് ചൗക്കിൽ പോയി ഫുഡ് കഴിക്കാം. ഇതെന്ത് വിഷയം? ഇത് നിങ്ങളും കൂടെ കഴിക്കുമല്ലോ അല്ലേ? ഞാൻ ഒറ്റയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്കും എല്ലാം കൂടെ സ്വന്തം റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതും ഇതൊക്കെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ കഴിക്കണ്ടേ. ഞാൻ കുറേ ദിവസമായി ഇന്ത്യ ഫുഡ് കഴിച്ചിട്ട്. മറ്റേ പാകിസ്ഥാൻ ഫുഡ് കഴിച്ചതാ ഏതൻസിൽ നിന്ന്. ഇതെല്ലാം കൂടെ നിങ്ങൾ തന്നെ ഇരുന്ന് കഴിക്കണം. കുറച്ച് എടുക്കൂ. ഇതെന്ത് ബീഫോ? ഇത് മന്തി. ഇത് ചിക്കൻ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ഇത് എല്ലാം കൊള്ളാം, അതും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എല്ലാം ഇച്ചിരി കഴിക്കാം അല്ലേ? എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നോക്കി. 2 കൂട്ടം ബിരിയാണി, മന്തി, പിന്നെ അൽഫാം, ഫിഷ്, ചായ, പിന്നെ മറ്റേ മിൻറ്റ് ലൈം, മയോണീസ്, പിന്നെ മന്തിയുടെ മറ്റേ സോസ്, അച്ചാറ്, എല്ലാം ഉണ്ട്. വയറ് നിറച്ചു, എല്ലാം കൂടെ കഴിച്ചു.